نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم فإن آمنوا بمثل ما آمنتم به فقد اهتدوا وإن تولوا فإنما هم في شقاق فسيكفيكهم الله وهو السميع العليم. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസികൾക്ക് ഏറ്റവും വലിയ മാർഗദർശനമാണ്, അവരുടെ മുമ്പിലുള്ള വഴികാട്ടിയാണ്. ജീവിതത്തിലെ അനാഥത്വം ഒഴിവാക്കുന്നതിന് റബ്ബ് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആനും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെല്ലിയും. വഅതിഉല്ലാഹ വഅതിഉർ റസൂൽ. വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിൽ 92-ാമത്തെ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കുക. സൂറത്ത് നിസായിലെ 59-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ. നിങ്ങൾക്കിടയിൽ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ആ വിഷയത്തെ നിങ്ങൾ അല്ലാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും മടക്കണം. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, വൽ യൗമിൽ ആഖിർ, പരലോകത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ദാലിക ഖൈറുൻ, അതാണ് നിങ്ങൾക്ക് നല്ലത്, വ അഹ്സനു തഅ്വീല, ഏറ്റവും നല്ല പര്യവസാനവും അതാണ്. അഥവാ എല്ലാ അർത്ഥത്തിലും അടിയുറച്ച ഒരു നിലപാട്. വിഷയങ്ങളിൽ അവരവരുടെ ബുദ്ധിക്കും യുക്തിക്കും തീരുമാനത്തിനും ഭൂരിപക്ഷത്തിനും കുടുംബത്തിനും ഒന്നും അനുസരിച്ചല്ല മതപരമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. കാരണം നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽപ്പെട്ട ഒരാളും മരണസന്ദർഭത്തിൽ നമ്മുടെ സഹായത്തിനുണ്ടാവില്ല, ഖബറിൽ നമ്മുടെ സഹായത്തിനുണ്ടാവില്ല, പരലോകത്ത് നമ്മുടെ സഹായത്തിനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഈ ദുനിയാവിൽ അവരോടൊക്കെയുള്ള നമ്മുടെ ബന്ധം അത് മാനദണ്ഡങ്ങൾക്ക് വിധേയമാണ്. നമ്മുടെ പ്രിയപ്പെട്ട മാതാവിനെ, പിതാവിനെ, ഭാര്യയെ, മക്കളെ സ്നേഹിക്കണം, അവരെ പരിചരിക്കണം, യാതൊരു സംശയവുമില്ല. പക്ഷെ അതൊക്കെ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അവർ മതത്തിനെതിരായി, അള്ളാഹുവിനെതിരായി നിങ്ങളോട് വല്ല കാര്യം ആവശ്യപ്പെട്ടാൽ ഫലാ തുതിഅഹുമാ,
ആ മാതാപിതാക്കളെ നിങ്ങൾ അനുസരിച്ചു പോകരുത് എന്ന്. അപ്പോൾ മാതാപിതാക്കളെ അനുസരിക്കണം എന്ന് പഠിപ്പിച്ച അതേ ഖുർആൻ മാതാപിതാക്കളെ അനുസരിച്ചു പോകരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് വിഷയം? അള്ളാഹുവിനെതിരിൽ, പ്രവാചകനെതിരിൽ മാതാപിതാക്കളും വല്ലതും പറഞ്ഞാൽ അത് ഉമ്മ പറഞ്ഞതല്ലേ, ഉപ്പ പറഞ്ഞതല്ലേ, ഉപ്പ പറഞ്ഞാൽ കേൾക്കണം എന്നുണ്ടല്ലോ, ഉമ്മ പറഞ്ഞാൽ കേൾക്കണം എന്നുണ്ടല്ലോ എന്ന നമ്മുടെ ദുർന്യായം വെച്ച് മാതാപിതാക്കളെ അനുസരിക്കാൻ പാടില്ല. ഏത് വിഷയത്തിൽ? അള്ളാഹുവിനെതിരിൽ, റസൂലുള്ളാഹിക്കെതിരിൽ എന്തെങ്കിലും ഒരു കാര്യം മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ ഫലാ തുതിഉഹുമാ, നിങ്ങൾ അവരെ അനുസരിച്ച് പോകരുത് എന്ന് പ്രത്യേകമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന, വിളിച്ചു പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിലൊക്കെ അവർ വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിങ്ങൾക്ക് വിവരമില്ലാത്ത വിഷയത്തിൽ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന വിഷയത്തിൽ മാതാപിതാക്കൾ നിങ്ങളെ നിർബന്ധിച്ചാൽ നിങ്ങൾ അവരെ അനുസരിച്ചു പോകരുത്. ഉമ്മ പറഞ്ഞതാണ് ഇന്ന സ്ഥലത്തെ നേർച്ചച്ചോറ് വാങ്ങി വരാൻ. അപ്പൊ പിന്നെ ഉമ്മ പറഞ്ഞാൽ അനുസരിക്കണം എന്നുണ്ടല്ലോ, എന്നാൽ ഉമ്മ പറഞ്ഞ വിഷയം അനുസരിക്കരുത് എന്നും വിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കൃത്യമായ ഒരു മാർഗം കിട്ടുകയാണ്. അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കണം. സൂറത്തു നിസായിലെ 59-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങുന്നത് തന്നെ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ വ ഉലിൽ അംരി മിൻകും, അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം, നിങ്ങളുടെ കൂട്ടത്തിലെ കാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം. എന്നിട്ടാണ് അള്ളാഹു പറഞ്ഞത് ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾക്കിടയിൽ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അള്ളാഹുവിലേക്കും അവന്റെ പ്രവാചകരിലേക്കും മടക്കണം. ഉലിൽ അംർ എന്ന് പറഞ്ഞില്ല, അവിടെ അനുസരിക്കാൻ പറഞ്ഞെടുത്ത് 3 പറഞ്ഞു. അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കണം, നിങ്ങളുടെ കൂട്ടത്തിലെ കാര്യകർത്താക്കളെയും അനുസരിക്കണം. അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ കാര്യകർത്താക്കൾ അക്ഷരം മിണ്ടിയില്ല. ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾക്കിടയിൽ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ആ വിഷയത്തെ നിങ്ങൾ അള്ളാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും മടക്കണം. ഇതാണ് സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു നിലപാട്, ജീവിതത്തിലെ നിലപാടായി എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകേണ്ടത് ഈ കാര്യമാണ്. എന്നാൽ വിശുദ്ധ ഖുർആനും പ്രവാചക ചെടിയും തന്നെയല്ലേ ഇവിടെയുള്ള എല്ലാവരും പറയുന്നത്? എന്നിട്ടും എന്തേ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നു? എന്നിട്ടും എന്തേ വ്യത്യസ്ത പള്ളികൾ വന്നു, വ്യത്യസ്ത സംഘടനകൾ വന്നു? ഇതെങ്ങനെ സംഭവിച്ചു? ഒരേ ഖുർആനും ഒരേ സുന്നത്തുമാണ് എല്ലാവരും പറയുന്നത്. എന്നിട്ടും എന്തേ മുസ്ലിം സമുദായത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നു? ഈ വിഷയം ഓരോ മുസ്ലിമും പഠിക്കേണ്ടതാണ്. ഓരോ മുസ്ലിമും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട വിഷയമാണ്. എന്തുകൊണ്ടാണ് ഒരേ ഖുർആനും ഒരേ ഹദീസും അംഗീകരിക്കുന്നു എന്ന് പറയുന്ന മുസ്ലിങ്ങൾക്കിടയിൽ എന്തുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നു എന്നത്? സഹോദരി സഹോദരന്മാരെ, ഇത് ഇന്നുള്ള വിഷയമല്ല. ഇത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്. ജൂത ക്രൈസ്തവ വിഭാഗം ഇസ്ലാം അവർക്ക് സത്യമാണെന്ന് അറിഞ്ഞിട്ടും അവർ ഇസ്ലാം സ്വീകരിക്കാതിരിക്കുന്ന ഒരു നിലപാടുണ്ടായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഹിദായത്ത് എന്ന് പഠിപ്പിക്കുന്ന കാര്യം ഖിയാമത്ത് നാൾ വരെ ബാധകമാണ്. അതാണ് നാം ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 137-ാമത്തെ ആയത്ത്. ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചാൽ ഫഖദ് ഇഹ്തദൗ, അപ്പോൾ അവർ ഹിദായത്തിലായി. ഹിദായത്ത് കിട്ടണമെങ്കിൽ ചെയ്യേണ്ടുന്ന കാര്യം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. സ്വഹാബികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഫഇൻ ആമനു, നിങ്ങൾ വിശ്വസിച്ചതുപോലെ ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചാൽ ഫഖദ് ഇഹ്തദൗ, അവർ ഹിദായത്തിലായി. അപ്പോ ക്രൈസ്തവർ വന്നിട്ട് അവർ ചില അഭിപ്രായങ്ങൾ വിശ്വാസ കാര്യങ്ങളിൽ പറയുന്നു, യഹൂദർ വേറെ ചില അഭിപ്രായങ്ങൾ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കാര്യം അവർക്ക് നിഷേധിക്കാനും പറ്റുന്നില്ല. അപ്പോ എല്ലാം ശരി എന്നല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഒന്നേ ശരിയുള്ളൂ. അതാ എന്താണ്? ഖുർആനിന്റെ പ്രഥമ സംബോധിതരായ പ്രൈമറി ഓഡിയൻസായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരിട്ടുള്ള അനുയായികളായ നിങ്ങൾ എങ്ങനെയാ വിശ്വസിച്ചത്?
അതുപോലെ അവർ വിശ്വസിക്കണം. അപ്പോൾ എനിക്കും നിങ്ങൾക്കും ഹിദായത്ത് കിട്ടാനുള്ള മാർഗം എന്താ? സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ, ആ ആദ്യ സത്യവിശ്വാസികളായ സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ. അപ്പൊ വിശ്വാസ കാര്യത്തിൽ പോലും തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ ആദ്യ തലമുറ ഖുർആനും ഹദീസും നേരിട്ട് പഠിച്ചു മനസ്സിലാക്കി റസൂലുള്ളാഹിയിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച ആ ആദ്യ തലമുറ സ്വഹാബത്ത് എങ്ങനെയാണോ ഈമാനികമായ കാര്യങ്ങളെ ഉൾക്കൊണ്ടത് അതുപോലെ ഉൾക്കൊള്ളണം. ഇതാണ് യഥാർത്ഥത്തിൽ സഹോദരീ സഹോദരന്മാരെ സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ഉരക്കല്ല് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതാണ്. അതുകൊണ്ട് നാം ആ വിഷയം കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അഥവാ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും പൂർത്തിയായി. നമ്മൾ സാധാരണ പറയും വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ ഖുർആൻ നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഹദീസിനെ കുറിച്ച് പഠിച്ചവർ പറയും ഒരു ലൈഫായ ഹദീസും ലൈഫായിക്കൊണ്ട് ലൈഫാണെന്ന് അറിയാതെ ഇന്ന് സമൂഹത്തിലില്ല. ആൾക്കാർ പറയും ഹദീസിൽ കുറെ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ, അതിൽ കുറെ സ്വീകരിക്കാൻ പറ്റാത്ത ഹദീസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ ഖുർആൻ പോലെ അത്ര കണ്ട് സുരക്ഷിതാന്ന് പറയാൻ പറ്റുമല്ലോ. വിവരക്കേട് എന്നാണ് പറയേണ്ടത്. ഒരൊറ്റ ഹദീസും ലൈഫാണെന്ന് വ്യക്തമാകാത്ത ഒരൊറ്റ ഹദീസും ഇന്ന് ലോകത്തില്ല. ഞാനും നിങ്ങളും അറബി ഇസ്ലാമിക വിഷയങ്ങളിൽ നമുക്ക് പാണ്ഡിത്യം വേണമെന്നില്ല, അറബി ഭാഷ അറിഞ്ഞാൽ മതി. ജുമ കഴിഞ്ഞ് പുറത്തിറങ്ങി ഒരാള് ഒരു ലൈഫായ ഹദീസ് നമ്മളോട് പറഞ്ഞു. അപ്പം ഒരു സംശയം, ആ ഹദീസ് സ്വഹീഹ് ആണോ? ഒന്നും വേണ്ട, ഒന്ന് ആ അറബി പദം ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ ആ പദം വന്ന ഹദീസ് മുഴുവൻ തിരിച്ചുകൊണ്ട് വരും. എന്നിട്ട് പറയും ഈ ഹദീസ് സ്വഹീഹ്, കാരണം 1 2 3 4, ഈ ഹദീസ് ലൈഫ്. നമ്മുടെ ഡ്യൂട്ടി അല്ല, നമ്മളുടെ അധ്വാനല്ല, മുൻഗാമികൾ കൃത്യമായത് രേഖപ്പെടുത്തി വെച്ചു. അതുകൊണ്ടാണ് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാം ആണ് ഈ ഉത്ബോധനത്തെ ഇറക്കിയത്, നാം തന്നെ അതിനെ സംരക്ഷിക്കും. വിശുദ്ധ ഖുർആനിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമാണ് ഹദീസിന്റെ സംരക്ഷണം. കാരണം എന്താ? വിശുദ്ധ ഖുർആൻ തത്വങ്ങളെ കൊണ്ട് ആശയങ്ങളെ കൊണ്ട് സമ്പുഷ്ടമാണ്. അതിന്റെ പ്രായോഗിക രൂപമുള്ളത് ഹദീസിലാണ്. നിസ്കരിക്കണം ഖുർആനിലുണ്ട്. സുബഹിയത്തെ റക്അത്ത് ഖുർആനിലുണ്ടോ? ളുഹ്റത്തെ റക്അത്ത് ഖുർആനിലുണ്ടോ? എങ്ങനെയാ സുജൂദ് ചെയ്യേണ്ടത് ഖുർആനിലുണ്ടോ? മയ്യിത്ത് നിസ്കാരം ഖുർആനിലുണ്ടോ? ഒന്നും ഖുർആനിലില്ല, അതൊക്കെ ഉണ്ട് ഹദീസിൽ. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമാണ് ഹദീസിന്റെ സംരക്ഷണം. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം, ഹദീസിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്ന് വരുത്തിയാണ് ഇവിടെയുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളൊക്കെ പണിയെടുത്തത്. അവരൊക്കെ പണിയെടുത്തത് വെച്ചിട്ടാണ്. പക്ഷെ തൊടാൻ പറ്റില്ല. ഹദീസ് മുഴുവൻ വളരെ കൃത്യമായി ക്രോഡീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഒരൊറ്റ ലൈഫായ ഹദീസും ലൈഫാണെന്ന് മനസ്സിലാക്കാതെ ഒരൊറ്റ മൗദൂആയ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസും കെട്ടിയുണ്ടാക്കപ്പെട്ടതാണ് എന്ന് വ്യക്തമാകാതെ ഇന്ന് ലോകത്തില്ല. അതുകൊണ്ട് ഈ രണ്ട് പ്രമാണങ്ങൾ, അതാണ് തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് വിട്ടേച്ചു പോകുന്നു. നിങ്ങൾ നിങ്ങൾ വഴിവിടച്ചു പോവുകയില്ല. മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ. അപ്പൊ ഒന്ന് മുറുകെ പിടിക്കാൻ മാത്രം ശക്തി ഇല്ലെങ്കിൽ റസൂൽ പറയോ? ഇല്ല. അതുകൊണ്ട് ഖുർആനും ഹദീസും രണ്ടും വളരെ കൃത്യമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയാണ് ആ രണ്ട്. ആ ഖുർആനും ഹദീസും നമ്മൾ എങ്ങനെ പഠിക്കണം, മനസ്സിലാക്കണം, ജീവിതത്തിൽ പകർത്തണം എന്ന വിഷയത്തിലാണ് സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. അവിടെ ഈ കക്ഷിത്തം മുഴുവൻ ഉണ്ടായത്. ചില സ്ഥലത്ത് മലയാളത്തിൽ ഖുത്ബ, ഒരു സ്ഥലത്ത് അറബിയിൽ ഖുത്ബ. ചില സ്ഥലത്ത് പള്ളിയിൽ സ്ത്രീകളുണ്ട്, ചില സ്ഥലത്ത് പള്ളിയിൽ സ്ത്രീകളില്ല. ഈ രണ്ടു കൂട്ടരും പറയുന്നത് ഞങ്ങൾ ഖുർആന്റെ ആൾക്കാരാണ്, ഹദീസിന്റെ ആൾക്കാരാണ്. എങ്ങനെ ഇത് വന്നു എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ്. രണ്ടു കൂട്ടരും ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ ആ പ്രമാണങ്ങളെ സ്വീകരിക്കുന്നിടത്ത് ഖുർആൻ നകന്നുപോയി, ആ പ്രമാണങ്ങളെ സ്വീകരിക്കുന്നിടത്ത് ഹദീസ് നകന്നുപോയി. അതാണ് വിഷയം. അഥവാ ഖുർആനും ഹദീസും എങ്ങനെ പഠിക്കണം, എങ്ങനെ മനസ്സിലാക്കണം എന്നതും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതാണ് സൂറത്ത് ബഖറയിലെ 137-ാമത്തെ ആയത്തിൽ ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, നിങ്ങൾ വിശ്വസിച്ചതുപോലെ, സഹാബികളെ കുറിച്ചാണ്, സ്വഹാബികളായ നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചാൽ അവരും ഹിദായത്തിലാകും. അപ്പോൾ ഞാനും നിങ്ങളും അള്ളാഹുവിലുള്ള വിശ്വാസം എങ്ങനെ പഠിക്കണം, മലക്കളിലെ വിശ്വാസം എങ്ങനെ പഠിക്കണം, ആഖിറത്തിലുള്ള വിശ്വാസം എങ്ങനെ പഠിക്കണം? സഹാബത്ത് വിശ്വസിച്ചതുപോലെ. അതാണ് സഹാബികളുടെ പ്രത്യേകത. അതുകൊണ്ട്
വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും എല്ലാവരും പറയുന്നു വ്യത്യസ്ത അഭിപ്രായങ്ങൾ. നമസ്കാരം 3 എന്ന് പറയുന്നു. ആ 3 എന്ന് പറയുന്നവരുടെ കൂട്ടായ്മയുടെ പേരെന്താണെന്നറിയാമോ? ഖുർആൻ സുന്നത്ത് സൊസൈറ്റി. സുന്നത്തിനെ ഇല്ലാതാക്കാനാണ് അത് ഉണ്ടാക്കിയത്. പക്ഷെ എന്റെ പേരിൽ എന്തുണ്ട്? സുന്നത്ത് ഉണ്ട്. എന്നാലേ ആളെ കിട്ടുള്ളൂ. അപ്പോൾ നമസ്കാരം 3 എന്നവരായത്തോതും ഹദീസ് പറയും. എന്നാൽ നമസ്കാരം 5 നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ 3 എന്നതിനായത്തോതും 5 എന്നതിന് നമ്മൾ എന്ത് ചെയ്യും? ഒരു വാദപ്രതിവാദമായിരുന്നു 1969 വണ്ടൂരിൽ ഒരു വാദപ്രതിവാദം നടന്നു. മുസ്ലിങ്ങളിൽ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള വാദപ്രതിവാദം. അതിലൊരു വിഭാഗം വാദിച്ചു നമസ്കാരം 5 വക്താണ്, വേറെ വിഭാഗം വാദിച്ചു നമസ്കാരം 3 വക്താണ്. 2 കൂട്ടരും ഖുർആനും ഉദ്ധരിച്ചു, ഹദീസും. നമ്മൾ എന്ത് ചെയ്യും? ഈ സാധാരണക്കാരായ നമ്മൾ എന്ത് ചെയ്യും? സാധാരണ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ ഇങ്ങനെ ആയാലും നമ്മൾ എന്താ ചെയ്യാം? വളരെ കൃത്യമാണ്. എന്ത് ചെയ്യണമെന്ന് ഖുർആനിലുണ്ട്, എന്ത് ചെയ്യുന്ന ഹദീസ് ഖുർആനിൽ നമ്മൾ കേട്ടു. ഹദീസിൽ എന്താ പറഞ്ഞത്? മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസയറ ഇഖ്തിലാഫൻ കസീറ, എനിക്ക് ശേഷം ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണും. അതിൽപ്പെട്ട നിസ്കാരം 5 3 ഇതൊക്കെ റസൂൽ നേരത്തെ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അപ്പൊ നിങ്ങൾ അപ്പോൾ അതാണ് പോയിന്റ്. അപ്പോൾ അലൈക്കും നിങ്ങളായിരിക്കണം ബിസുന്നത്തി എന്റെ നടപടിക്രമങ്ങളിന്മേൽ, വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ എന്റെ സച്ചരിതരായ ഖുലഫ എന്റെ മാർഗത്തിൽ നിങ്ങളായിരിക്കണം. അപ്പൊ അഭിപ്രായ വ്യത്യാസം വന്നാൽ, ഏതിൽ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ ഖുർആനിലേക്കും ഹദീസിലേക്കും. ആ ഖുർആനും ഹദീസും എങ്ങനെ മനസ്സിലാക്കുന്നത്? അഭിപ്രായ വ്യത്യാസം വന്നാൽ ആ ആയത്ത് ആദ്യമായി ഓതിയ റസൂലുള്ളാഹ് ആ ആയത്തിനെ എങ്ങനെ മനസ്സിലാക്കി, എങ്ങനെ പ്രാവർത്തികമാക്കി? ആ ആയത്തിന്റെ പ്രൈമറി ഓഡിയൻസ് റസൂലുള്ള ആയത്ത് പറയുമ്പോൾ, ഹദീസ് പറയുമ്പോൾ അത് തിരുനാവുകൊണ്ട് പറയുമ്പോൾ ആ ചുണ്ടിന്റെ ചലനങ്ങൾ നോക്കി മനസ്സിലാക്കിയ സ്വഹാബത്ത് ആ ആയത്തിനെ എങ്ങനെ മനസ്സിലാക്കി, ആ ഹദീസിനെ എങ്ങനെ മനസ്സിലാക്കി? ബസ് അത് കഴിഞ്ഞു. അതോടുകൂടി ആ വിഷയം അവിടെ കഴിഞ്ഞു. ശരി, നമസ്കാരം 3 വക്താണ് എന്ന് ഓതിയവരോട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് അഥവാ ഖുർആനിന്റെ ഹദീസിന്റെ യഥാർത്ഥ പിന്തുടർച്ചക്കാർക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ നമസ്കാരം 3 വക്താണ് എന്ന് പറഞ്ഞതിൽ ഓതിയ ഈ ആയത്ത് ആദ്യമായി ഓതിയതാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്ത് ആദ്യമായി കേട്ടതാരാ? സ്വഹാബത്ത്. അവർ എത്ര വക്ത് നിസ്കരിച്ചു? ആ ചോദ്യത്തിന് വണ്ടൂരിൽ കിട്ടിയ മറുപടി എന്താ അറിയോ? സ്വഹാബത്ത് മാത്രം ചിന്തിച്ചാ പോരാ, നമ്മളും വേണം ചിന്തിക്കുക. അപ്പൊ സ്വഹാബത്ത് ആ ആയത്ത് ചിന്തിച്ചു 5 കിട്ടി, നോം ചിന്തിച്ചപ്പോ 3 കിട്ടി. റസൂലിനെ ഒഴിവാക്കി കളഞ്ഞു. റസൂലിന്റെ കാര്യം പറഞ്ഞാൽ പിന്നെ ആൾക്കാർ തിരിച്ചടിക്കും. അപ്പൊ അവിടെ വിഷയം തീർന്നു. ആ ആയത്തിന്റെ അർത്ഥം അങ്ങനെയാണോ അല്ലേ എന്നല്ല പ്രധാനം. ആ ആയത്ത് ആദ്യമായി ഓതിയ റസൂലുള്ളയും സ്വഹാബത്തും എത്ര വക്ത് നിസ്കരിച്ചു? ഇപ്പൊ കുറച്ച് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മള് ബലിപെരുന്നാൾക്ക് വരുന്ന സന്ദർഭത്തിൽ ഉളിഹത്തിനെ അറക്കണ്ട, അതിങ്ങനെ ഈ ഉരുവിന്റെ കത്തി കഴുത്തില് കത്തി വെച്ചിട്ട് രക്തം ഇങ്ങനെ ഒലിക്കുക, കാരുണ്യത്തിനെതിരാ. ഇത് തെളിവുണ്ട്. ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ്. ഭൂമികളിലോട് കാരുണ്യം കാണിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ബലിമൃഗത്തെ അറക്കണ്ട. അതിന് എന്ത് ചെയ്താൽ മതി? മാക്സിമം 7 ആള് കൂടിയിട്ട് ഒരു ഫർണിച്ചർ വാങ്ങി പാവപ്പെട്ടവന് കൊടുക്കാം. ഭയങ്കര ഐഡിയ ഇട്ടോ, എന്തോ ഒരു ബുദ്ധിയാ, അവാർഡ് കൊടുക്കേണ്ട ബുദ്ധിയാ നമുക്ക് തോന്നും. അപ്പോ ഉളുഹിയത്ത് എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിൽ നിലനിൽക്കുന്ന ഈ ഒരു കാര്യം അല്ല, അങ്ങനെയല്ല വേണ്ടത് എന്ന് ഖുതുബയിലാ പറയുന്നത്. പൊതുപ്രസംഗത്തിലല്ല, ഖുതുബയിൽ വെള്ളിയാഴ്ച പറയാണ്. അതിനെന്താ തെളിവ്? ഖുർആൻ. അപ്പൊ നമ്മൾ ചിന്തിക്കുക, ശരിയല്ല, ഇത്രയും കാലം ഈ ആയത്തും ഹദീസൊക്കെ ഉണ്ടായിട്ട് നമ്മൾ വെറുതെ ഈ ഉരുവിനെയും കൊണ്ട് 1 ആഴ്ചക്കാലം 2 ആഴ്ചക്കാലം കഷ്ടപ്പെട്ട് ഇങ്ങനെ ഈ ഇറച്ചി കൊടുക്കാൻ ആകെ പ്രയാസം, ഇതൊന്നും കാര്യമില്ല. നമ്മൾ ഫർണിച്ചർ വാങ്ങി പാവപ്പെട്ടവന് കൊടുത്താൽ മതി. ഭയങ്കര ബുദ്ധിട്ടോ. ശരി, അവിടെ അഭിപ്രായ വ്യത്യാസം വന്നല്ലോ. നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് സഫ് ശരിയാക്ക, ഒന്ന് മുന്നോട്ടിരിക്കും. സഫ് ഒന്ന് ശരിയാക്കുക. കുട്ടികളൊക്കെ ഒന്ന് മുന്നോട്ട് വന്ന, കുട്ടികളൊക്കെ മുന്നോട്ട് വന്ന. അല്ല, എല്ലാവരും അറിയാതെ ശീലം വന്നു പോകുന്നത് നമുക്ക് തിരുത്തണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മുന്നോട്ടിരിക്കും. ഇവിടെ മുന്നോട്ട് പോരട്ടെ. ഏതാ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, മുന്നോട്ട് പോരട്ടെ. അല്ലാതെ പോരട്ടെ. മലക്കുകളുടെ സാന്നിധ്യമുള്ള സദസ്സാണ് ജുമയുടെ സദസ്സ്. അപ്പൊ നമ്മൾ പടച്ചൊന്റെ ഒരു പരിഗണന നമുക്ക് കിട്ടണമല്ലോ. അപ്പൊ നമ്മളത് അവഗണിച്ചു അല്ലെങ്കിൽ അശ്രദ്ധമാക്കിയത് കണ്ടാൽ ഒരുപക്ഷെ നമുക്ക് എതിരായി മാറും. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്പോൾ സഹോദരീ സഹോദരന്മാരെ, ഉലുഹിയത്തുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ ആയത്തുണ്ട്, ഹദീസിൽ പരാമർശമുണ്ട്. ആ ആയത്ത് ആദ്യമായി ഓതിയതാരാ? ആ ആയത്ത് ആദ്യമായി കേട്ടതാരാ? ആദ്യമായി ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഒരു ഹജ്ജിന് റസൂലുള്ള 100 മൃഗങ്ങളെ അറുത്തു.
100 മൃഗങ്ങൾ അറുത്തു. സ്വഹീഹ് ഹദീസ. കഴിഞ്ഞു, നമ്മുടെ വിഷയം തോന്നി. നിങ്ങളെ ഹുത്ബൊക്കെ ശരി, നിങ്ങൾ ഇപ്പൊ ഓതിയ ആയത്തില്ലേ, ഈ ആയത്ത് ആദ്യം ഓതിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയത്ത് ആദ്യമായി കേട്ടത് സ്വഹാബത്താണ്. അവരെന്ത് ചെയ്തിട്ടുണ്ട്? ആ ആയത്തോതി അവർ ഉളുഹിയത്ത് അറുത്തിട്ടുണ്ട്. ഒട്ടകമാണെങ്കിൽ, മാടാണെങ്കിൽ, ആടാണെങ്കിൽ എല്ലാം കൃത്യമായി റസൂലുള്ള പഠിപ്പിച്ചു. അത് ചെയ്യും. അതാണ് യഥാർത്ഥ രക്ഷയുടെ മാർഗം. അല്ലെങ്കിൽ നീ ശ്രദ്ധിച്ചോളൂ, അല്ലെങ്കിൽ ഖുർആൻ കൊണ്ട് നരകത്തിൽ പോകും. ഖുർആൻ ആയത്തോതിയിട്ട് ആ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കാത്ത ആശയം ഡിക്ഷണറി നോക്കിയിട്ട് ഖുർആൻ പഠിക്കുക. ഖുർആൻ എടുക്കുക, അറബി ഭാഷ എടുക്കുക, ഒരു മലയാളം ഡിക്ഷണറി വെക്കുക, എന്നിട്ട് ചിന്തിക്കുക. എന്നിട്ട് തെളിവെന്താ? അഫലാ യഖ്ലൂന്ന് ഖുർആനിലില്ലേ, അഫലാ തഖ്ലൂന്ന് ഖുർആനിലില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? എത്ര പ്രാവശ്യ ഖുർആൻ ചോദിച്ചത്? ഇതാ തെളിവ്. ഇപ്പൊ ഖുർആൻ ചിന്തിക്കാൻ പറഞ്ഞത് ആയത്തിനെ കുറിച്ചല്ല, മറിച്ച് അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിയത്. ആകാശം എങ്ങനെ ഉയർത്തപ്പെട്ടു, ഒട്ടകങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, ഭൂമി എങ്ങനെ പരുത്തപ്പെട്ടു, രാപ്പകലുകൾ മാറി വരുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതാ ഖുർആൻ ചിന്തിക്കാൻ പറഞ്ഞത്. അങ്ങനെ ചിന്തിച്ചാൽ എന്ത് മനസ്സിലാകും? ഈ ലോകത്തിനൊരു സത്താവ് ഉണ്ട് എന്ന് മനസ്സിലാകും, പടച്ചോനെ പറ്റി മനസ്സിലാകും. അതല്ലാതെ ലുഹർ എന്താ 4 റക്അത്തായത് എന്നതിനെ കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ 2 ആക്കാനുള്ള ചിന്ത അല്ല വേണ്ടത്. അഥവാ ആയത്തുകളുടെ ആശയത്തെ പറ്റി ചിന്തയില്ല, അത് സമാപിച്ചു കഴിഞ്ഞു. ഖുർആനും ഹദീസും പൂർണ്ണമായി. എങ്കിൽ ഉറപ്പിച്ചു മനസ്സിലായിക്കൊള്ളൂ, ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ 1400 വർഷങ്ങൾക്ക് മുമ്പ് കിട്ടാത്ത ഒരാശയം ഒരിക്കലും പറയാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെയും ഹദീസിന്റെയും ടെക്സ്റ്റ് മാത്രമല്ല പൂർത്തിയായത്, അതിന്റെ ആശയവും പൂർത്തിയായി. എന്നാൽ സൂര്യനെ പറ്റി സ്വഹാബത്ത് ചിന്തിച്ചതിനേക്കാളും ചിന്തിക്കാൻ നമുക്ക് കഴിയും. സൂര്യന്റെ വലിപ്പം എത്രയാണെന്ന് അവർക്കറിയില്ല, നമുക്കറിയാം. 13.5 ലക്ഷം ഖുർആനിലും സൂര്യനിൽ കൊള്ളും 13.5 ലക്ഷം ഭൂമികൾ. അവരെക്കാളും നമുക്ക് വിവരമുണ്ട്. പക്ഷെ അവരത്ര നരകത്തെ പറ്റിയുള്ള പേടി എന്നാലും നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ ചിന്തിക്കാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ, സൃഷ്ടികളെ കുറിച്ച് ചിന്തിച്ച് സൃഷ്ടാവിലേക്ക് എത്തുക, അതാ ചിന്തിക്കാൻ പറഞ്ഞത്. അതല്ലാതെ ഉലുഹിയത്തിനെ പറ്റി ചിന്തിച്ചിട്ട് അത് അങ്ങനെ ആക്കാൻ മാറ്റം വരുത്താനല്ല. മനസ്സിലായില്ല? അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാവരെയും ചോദ്യം അത്, ഒരേ ഖുർആനും ഒരേ ഹദീസും അംഗീകരിക്കുന്ന ആൾക്കാരുടെ എങ്ങനെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ട്? വളരെ വ്യക്തമാണ്. ഈ ആയത്തിന്റെ അവസാനം എന്താ പറഞ്ഞത്? അങ്ങനെ എങ്ങാനും നിങ്ങൾ സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കി നിങ്ങൾ കക്ഷിത്തങ്ങളിലായി പോകും. നിങ്ങളാണ് നമ്മള് സത്യവിശ്വാസികൾ കക്ഷിത്തങ്ങളിലായി പോകും. നിങ്ങൾ വ്യത്യസ്ത കക്ഷിയായി പോകും. ആ കക്ഷിയായി പോകാൻ കാരണം എന്താ? നിങ്ങൾ സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയില്ല. അപ്പൊ ആയത്തിന്റെ പ്രൈമറിയോട് ഇവിടെ ഈ ഹുത്തുബ, ഇപ്പൊ ഇവിടെ പറയുന്ന ഹുത്തുബ ഉളിരങ്ങാടി ചർച്ചയായി വൈകുന്നേരം 5:30 മണിക്ക്. അപ്പൊ നമ്മൾ ചോദിക്കും, അല്ല ആ ഹുത്തുബക്ക് പങ്കെടുത്ത ഞാനുണ്ട്, ഈ പറയുന്ന തീർന്നു വിഷയം. ഇവിടുന്ന് പറഞ്ഞു ഒരു വിവാദം ഉളിയിൽ ടൗണിൽ എത്തുമ്പോ അതിന്റെ ആധികാരികത എന്താ? ആ ഹുത്തുബ ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്, അദ്ദേഹം ഇങ്ങനെയാണ് അത് വിശദീകരിച്ചത്, വിഷയം തീർന്നു. അതേപോലെ നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ ഖുർആൻ ആദ്യമായി ഓതിയ റസൂലുള്ളയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കേട്ട സ്വഹാബത്തും ആ ആയത്തിനെ എങ്ങനെ മനസ്സിലാക്കി, ആ ഹദീസിനെ എങ്ങനെ മനസ്സിലാക്കി, അവിടെ വിഷയം തീർന്നു. അതോടുകൂടി വിഷയം തീർന്നു. അവിടെ നിൽക്കണം. അതല്ലാതെ ഓരോരുത്തരും അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് ഖുർആനിനെയും ഹദീസിനെയും വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അത് വഴികേടാണ്. പറ്റില്ല എന്ന് മാത്രമല്ല, അത് വഴികേടാണ്. നിസ്കരിക്കണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അവർക്കും തെളിവ് ഖുർആനാ. എന്ന് പറഞ്ഞാൽ അള്ളാഹനെ ഓർത്താ മതി, നിസ്കാരം അള്ളാഹനെ ഓർക്കാൻ വേണ്ടിയാണെന്ന് ഖുർആനിലുണ്ടല്ലോ. അപ്പൊ ദിക്റുള്ളയാണ് നിസ്കാരം. അപ്പൊ പിന്നെ 5 നേരം മടിയന്മാർക്ക് എന്തൊരു രസാന്നറിയോ? ദോഹറാൻ കൊടുക്കും പഠിച്ചവൻ ഓർക്കുക, ദോഹറ് കഴിഞ്ഞു. അസറാൻ കൊടുക്കും പഠിച്ചവനൊക്കെ ഈ മടിയന്മാരൊക്കെ അതിൽ പോയി കൂടും. എന്നാൽ ആ ആയത്ത് പഠിപ്പിച്ച ആ റസൂലുള്ള നമസ്കാരത്തെ പ്രാവർത്തികമാക്കിയത് എങ്ങനെ? റസൂലുള്ള പഠിപ്പിച്ചു, സല്ലൂ കമാ റഅയ്തുമൂനി യുസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചതായി നിങ്ങൾ കണ്ടോ അതേപോലെ നിങ്ങൾ നിസ്കരിക്കണം. അപ്പൊ മനസ്സിലോർക്കലാണോ നിസ്കാരം? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നമസ്കാരത്തിന്റെ രൂപം നമുക്ക് കാണിച്ചു. ഇങ്ങനെ ഏത് വിഷയം എടുത്താലും സഹോദരന്മാരെ, ഏതുവരെയും ചോദിച്ചാൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വരെ, പടച്ചോനല്ലാത്തവരെ ആരാധിക്കാൻ വരെ ഖുർആൻ തെളിവുത്തിരിക്കുന്ന കാലാത്. അപ്പൊ അവരോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഈ ആയത്ത് ആദ്യോതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയെ കാക്കണമെന്ന് വിളിച്ചിരുന്നോ? ഇസ്മായിൽ നബിനെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നോ? അത് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഉരക്കല്ല് ചെറുതല്ല. ഇതിന് പല പേര് പറയും. ഒന്ന് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, എല്ലാവർക്കും പേര് കേട്ടിട്ടുണ്ടാവും.
അഹ്ലുസുന്നത്തി വൽ ജമാ ഇങ്ങനെ ഒരു പേര് ഖുർആനിലില്ല. അഹ്ലുസുന്നത്തി വൽ ജമാ എന്നുള്ള ഒരു പേര് ഹദീസ് മൊത്തം തപ്പിയ കിട്ടൂല. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാ എന്ന ആശയം ഖുർആനിലുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാ എന്ന ആശയം ഹദീസ്. അഹ്ലുസുന്ന, സുന്നത്തിന്റെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമങ്ങളെ അംഗീകരിക്കുന്ന, വൽ ജമാ, അൽ ജമാ എന്ന് പറഞ്ഞാൽ ആദ്യം സ്വഹാബികൾ, പിന്നെ റസൂൽ പറഞ്ഞു സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ആദ്യ തലമുറ, ഏറ്റവും നല്ല തലമുറ എന്റെ തലമുറ, പിന്നെ അതിനുശേഷമുള്ളത് അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാ. അതിന്റെ മറ്റൊരു പേരാണ് സലഫിയ്യത്ത്. സലഫി എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയുടെ പേരല്ല, ഒരു കൂട്ടായ്മന്റെ പേരല്ല. സലഫ് എന്ന് പറഞ്ഞാൽ മുൻകഴിഞ്ഞു പോയത്. മുൻകഴിഞ്ഞു പോയത് നമ്മുടെ വാപ്പ കാരണവന്മാരല്ല. മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം. അതുകൊണ്ട് സലഫ്, സലഫിയ്യത്ത്, മുൻകഴിഞ്ഞു പോയ മാർഗത്തെ അംഗീകരിക്കുന്നവർ. ഇങ്ങനെ വ്യത്യസ്ത പേരുകളിൽ സമൂഹത്തിൽ അറിയപ്പെടും. അതാണ് യഥാർത്ഥത്തിൽ രക്ഷാമാർഗം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അതിന്റെ പ്രഥമ സംബോധിതർ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ മനസ്സിലാക്കുക. എന്നാൽ മുസ്ലിങ്ങൾക്കിടയിലുള്ള സർവ്വ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും പരിഹാരം അതാണ് അഹ്സനു തഅ്വീൽ. അഹ്സനു തഅ്വീൽ, ഏറ്റവും നല്ല പര്യവസാനം നിങ്ങൾക്ക് അവിടെ കിട്ടും. നമ്മുടെ നാട്ടിൽ ഒരു വിവാദം ഉണ്ടായല്ലോ, സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പറ്റുമല്ലേ? തീർന്നില്ലേ? ആ ആയത്ത് ഓതിയതാര? മഹാനായ മഹദിയായ മറിയം ബീവി പള്ളിയുടെ മിഹ്റാബിൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, മറിയം ബീവിയുടെ പേര് ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്. അവരോട് നിങ്ങൾ റുകൂ ചെയ്യുന്നവരോടൊപ്പം നിങ്ങൾ സുജൂദ് ചെയ്യുന്നവരോടൊപ്പം നീ സുജൂദ് ചെയ്യുക. ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാനാ പറഞ്ഞത്. ആ ആയത്ത് ഓതിയതാര? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ള സ്വന്തം ഉണ്ടാക്കിയ പള്ളിയാണ് മദീന പള്ളി. ആ മദീന പള്ളിയിൽ റസൂലുള്ള നിശ്ചയിച്ച വാതിലാണ് ബാബുൻ നിസാ, പിൽക്കാലത്ത് വന്നതല്ല. ബാബുൻ നിസാ എന്നുള്ള ബോർഡും അതിന്റെ രൂപമൊക്കെ പിൽക്കാലഘട്ടത്തിൽ മാറിയിട്ടുണ്ട്. പക്ഷെ സ്ത്രീകളുടെ വാതിൽ നിശ്ചയിച്ചതാരാ? മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, സുബ്ഹ് നമസ്കാരം കഴിഞ്ഞാൽ യശ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളയോടൊപ്പം കുന്ന നിസാഇൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിനികളായ സ്ത്രീകൾ റസൂലുള്ളയോടൊപ്പം സുബ്ഹ് ജമാഅത്തിന് പങ്കെടുത്തു. അവരെ തിരിച്ചറിഞ്ഞില്ല, ഇരുട്ടുകൊണ്ട്, അഥവാ സൂര്യപ്രകാശം കണ്ട് വന്നിട്ടില്ല. തീർന്നു, പള്ളി പോകാൻ പറ്റുമല്ലോ എന്ന് ആയത്ത് ഓതുമ്പോ ഇത് വഖർന ഫീ ബുയൂതിക എന്നുള്ള ആയത്തോതിയിട്ട് സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എന്ന് പറയും. മുമ്പെന്താ? നിങ്ങൾ സ്ത്രീകളെ പള്ളികളിൽ തടയരുത്. അമരുകൾ നിങ്ങൾ പള്ളികളെ തൊട്ട് തടയരുത് എന്ന് പറഞ്ഞിട്ട് ആ വീടാണ് ഉത്തമം എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ആ വീടാണ് ഉത്തമം എന്ന ആയത്ത്, ആ ഹദീസിനെ വ്യാഖ്യാനിക്കേണ്ടതാണ്. അതാദ്യമായി പറഞ്ഞ റസൂലുള്ള. ആ വിഷയത്തിൽ നിങ്ങൾക്ക് സ്വീകരിച്ച നിലപാട് എന്താ? ഒരു സ്വഹാബ വനിത പറയാണ്, ഞാൻ സൂറത്തുൽ ഖാഫ് പഠിച്ചത് അള്ളാന്റെ റസൂലിന്റെ ഖുത്ബ കേട്ടിട്ടാണ്. അപ്പൊ റസൂൽ പറഞ്ഞു ഈ ഉത്തമം ഒഴിവാക്കാൻ ഇല്ല. അപ്പൊ ഓരോ ആയത്തും ഹദീസും ഉത്തമം എന്ന് പറഞ്ഞല്ലോ, ഇനി നമ്മളെ വക ഒരു ഉത്തമത്തിന്റെ വിശദീകരണം പാടില്ല. അത് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കേട്ട സ്വഹാബത്ത് ആ ആയത്തിനെ ഹദീസിനെ എങ്ങനെ മനസ്സിലാക്കി. അതാണ് സഹോദരി സഹോദരന്മാരെ രക്ഷാമാർഗം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉരക്കല്ല. ഇത് നമ്മൾ മുറുകെ പിടിച്ചാൽ ഏത് വിഷയം ആര് പറഞ്ഞത് ശരി മോനെ. ഇപ്പൊ പറഞ്ഞ ആയത്തുണ്ടല്ലോ, ചില ഈ കാദിയാനികളിൽപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്, ഒരു 10-12 ആയത്ത് പഠിച്ചു വെക്കും. ചില റപ്പുമാരൊക്കെ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കടയിൽ കൊണ്ട് വരും, ഭയങ്കര ആയത്തും നാ പിന്നെ ഇപ്പൊ തന്നെ അള്ളാന്റെ റസൂലിന് ശേഷം ഒരു പ്രവാചകനെ വിശ്വസിച്ചു പോകുന്ന രൂപത്തിൽ ഒറ്റ ചോദ്യമേ മോനെ, ഇനിയിപ്പൊ 12 ആയത്തല്ലേ ഓതിയതും ഈ ആയത്ത് ആദ്യം ഓതിയതാരാ? റസൂലുള്ള. കേട്ടതാരാ? സ്വഹാബത്ത്. അവര് റസൂലുള്ളാഹിക്ക് ശേഷം വേറെ വിശ്വസിച്ചോ? തീർന്നു. അതോടെ ആ വിഷയം അവിടെ അവസാനിച്ചു. അതാണ് യഥാർത്ഥത്തിൽ ഈ മാനദണ്ഡം. അത് നമ്മൾ അറിയണം, പഠിക്കണം. അതാണ് രക്ഷാമാർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ, യഥാർത്ഥ ഹിദായത്തിന്റെ മാർഗത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുകയും അങ്ങനെ തന്നെ ജീവിക്കുവാനും അങ്ങനെ തന്നെ മരിക്കാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കുട്ടികൾ മിക്കവരും പരീക്ഷയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷയിൽ അവർക്ക് ബറക്കത്തും റഹ്മത്തും വിജയവും ഫലപ്രാപ്തിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നാളെ മോന് പരീക്ഷയാണ്, മോള് എത്ര ചെറിയ പരീക്ഷയാണെങ്കിലും ക്ലാസ് ടെസ്റ്റ് ആണെങ്കിൽ പോലും മാതാപിതാക്കളുടെ ഭാഗത്തുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെ പഠിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കണം,
ആവശ്യമെങ്കിൽ കുറച്ച് ശബ്ദമുയർത്തി പറയണം, രാവിലെ എഴുന്നേൽപ്പിക്കണം, അതിലൊന്നും സംശയമില്ല. അതോടൊപ്പം പലരും മറന്നുപോകുന്ന ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 പ്രാർത്ഥനകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അള്ളാഹു തട്ടിക്കളയില്ല. മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതും അള്ളാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്നതുകൂടി അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കണം. പരീക്ഷ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് SSLC പരീക്ഷ, +1 +2 പരീക്ഷ ഒക്കെ കഴിഞ്ഞാൽ കുട്ടികൾ സന്തോഷം പ്രകടിപ്പിക്കുന്നത് തീർത്തും പടച്ചോനെതിരായിരിക്കും. കാരണം അവർക്കെല്ലാവർക്കും വിശ്വാസത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചൊന്നും അറിയില്ല. പരീക്ഷ കഴിഞ്ഞ് ഇനി ഇത്രയും ദിവസം മനുഷ്യൻ ടെൻഷൻ അടിച്ചു, അതുകൊണ്ട് മൊത്തം കുളമാക്കി കളയാം, എല്ലാം റെഡിയാക്കി കളയാം എന്ന ചീത്ത സംസ്കാരം സമൂഹത്തിൽ വ്യാപിച്ചു വരുന്നു. പരീക്ഷ കഴിഞ്ഞ ഒരു വെക്കേഷനിലേക്ക് 10-12 ദിവസം നമ്മുടെ നാട് പ്രവേശിക്കുകയാണ്. ഈ 10-12 ദിവസങ്ങളിൽ ശരിയായ ഡയറക്ഷൻ, ശരിയായ റൂട്ട് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ പുതിയ പുകവലിക്കാർ, പുതിയ മദ്യപാനികൾ, പുതിയ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന പിഞ്ചു മക്കൾ, അഥവാ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും +1 +2 ഡിഗ്രി തലത്തിലൊക്കെയുള്ള കുട്ടികളിൽ നിന്ന് പുതിയ ചീത്ത സ്വഭാവക്കാർ വളർന്നു വരും. അത് വളർന്നു വരാതിരിക്കണമെങ്കിൽ ഓരോ വീട്ടിലും എങ്ങനെയാണ് വെക്കേഷൻ ഉപയോഗിക്കേണ്ടത്? നമുക്ക് കുടുംബ ബന്ധങ്ങൾ കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ്. നമുക്ക് കുടുംബ സന്ദർശനം, ഒരു വണ്ടി ഏൽപ്പിക്കാം, വലിയ എളാമാന്റെ അടുത്തുനിന്ന് പോകാം, അമ്മായിന്റെ അടുത്തുനിന്ന് പോകാം. അങ്ങനെ കുടുംബ സന്ദർശനങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പഠിപ്പിച്ചത്, നിങ്ങൾക്ക് റിസ്ഖിൽ വർധനവ് കിട്ടാൻ കുടുംബ സന്ദർശനം നടത്തി. നമ്മളെന്താ പറയാ, എന്തോ പോയാൽ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. പാവപ്പെട്ട കുടുംബക്കാരുടെ അടുത്ത് പോയാൽ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. നേരെ തിരിച്ചാ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാർക്ക് വേണ്ടി ചെലവഴിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വർധനവ് തരും. അതേപോലെ തന്നെ സമയത്തിൽ, എന്താ കുടുംബ സന്ദർശനത്തിലുള്ള തടസ്സം? സമയമല്ല, ബിസിയാണ്. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, നീ കുടുംബ സന്ദർശനം നടത്തിക്കോ, നിനക്ക് സമയത്തിൽ അള്ളാഹു ബർക്കത്ത് തരും. അഥവാ നമുക്ക് ദീർഘായുസ്, ആഫിയത്തുള്ള ദീർഘായുസ് കിട്ടാനുള്ള കാരണം എന്ത് ചെയ്യണം? നമ്മുടെ പല കുടുംബങ്ങൾക്കും നമ്മുടെ ഉമ്മ കുടുംബം ഒരു ലെയർ അങ്ങോട്ട് കഴിഞ്ഞാൽ പരിചയം പോലുമില്ല. അതുകൊണ്ട് തന്നെ ഈ മൊത്തത്തിലുള്ള കുടുംബ സംഗമങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒരു തറവാട്ടുകാർ ഒന്നിച്ചൊരു സ്ഥലത്ത് ഒരുമിച്ച് ചേരുന്നു, അതിനൊക്കെ പണിയെടുത്താൽ വലിയ കൂലി കിട്ടും. കാരണം വല്ലർഹാം, രക്തബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതുപോലെ പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ വെക്കേഷൻ കാലഘട്ടത്തിൽ കുടുംബ സന്ദർശനങ്ങൾ, ടൂറോമാനി ഉണ്ട് നാട്ടിൽ. ഒരു ടൂർ കഴിഞ്ഞാൽ അടുത്ത ടൂർ, അത് കഴിഞ്ഞാൽ ടൂർ ഇസ്ലാമിനെതിരൊന്നല്ല. പക്ഷെ ടൂർ കൊണ്ട് സ്വന്തം ബാധ്യതകൾ പോലും മറന്നു പോകുമ്പോ കുടുംബക്കാരെടുത്ത് പോകാറുണ്ടോ എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് 1, കുടുംബ സന്ദർശനങ്ങൾ. 2, തിരക്കുകൾക്കിടയിൽ പല കാര്യങ്ങൾക്കും നമുക്കും കുട്ടികൾക്കും സമയമില്ല. അതുകൊണ്ട് വെക്കേഷൻ വരുമ്പോൾ നമ്മൾ തീരുമാനിക്കുക, സൂറത്തുൽ ബഖറ എല്ലാ ദിവസവും ഓതണം. മഗ്‌രിബിന് ശേഷം എല്ലാ സമയത്തും ഓതേണ്ടതാണ്. ഖുർആനിൽ നിന്ന് ഈ 12 ദിവസം ഒരു 12 ജുസ് എങ്കിലും ഓതണം. ഒരു മോള് തീരുമാനിച്ചാൽ, ഉമ്മയും ഉപ്പയും തീരുമാനിച്ചാൽ അത് നടക്കും. പലപ്പോഴും ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റലില്ല. പലപ്പോഴും പരീക്ഷ കാരണത്താൽ ളുഹറിനോടൊപ്പം അസർ നിസ്കരിക്കേണ്ട, അസറിനോടൊപ്പം ളുഹർ നിസ്കരിക്കേണ്ട അവസ്ഥ. ഇൻഷാ അല്ലാഹ് ഈ വെക്കേഷനിൽ ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാത്ത പരിപാടിയില്ല. കളിക്കാൻ പറ്റുമോ? കളിക്കുന്ന പ്രായത്തിൽ കളിക്കണം, ഒരു സംശയമില്ല. പക്ഷെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ, മഗ്‌രിബിന്റെ സമയമായാൽ കളി അവിടെ നിർത്തണം, എന്നിട്ട് പള്ളിയിലേക്ക് എത്തണം. എങ്കിൽ മരണാനന്തര ജീവിതത്തിൽ സുഖസൗകര്യങ്ങളുടെ വലിയ വിരുന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തരും. അപ്പോൾ കാര്യം മറന്ന കളി വേണ്ട, കളി വേണം. കാര്യം മറന്ന കളി വേണ്ട എന്നിടത്ത് നമ്മൾ എത്താൻ സാധിക്കണം. അതുകൊണ്ട് ഈ ഒരു വെക്കേഷൻ കാലഘട്ടത്തിൽ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എങ്ങനെയാണ് ഈ സമയം ചെലവഴിക്കേണ്ടതെന്ന് പ്രത്യേകിച്ച് രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ ഒന്നിച്ചിരുന്ന് തീരുമാനിച്ച് പള്ളിയിലേക്ക് അടുക്കുന്ന, ദീൻ പഠിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക്. അതോടൊപ്പം നമ്മുടെ ഈ പ്രദേശങ്ങളിലുള്ള 14 വയസ്സിന് ശേഷമുള്ള മുഴുവൻ കുട്ടികൾക്കും ഒരു ദിവസം പൂർണ്ണമായും നീണ്ടു നിൽക്കുന്ന ഡിസംബർ 25-ാം തീയതി വ്യാഴാഴ്ച ആ ഒഴിവ് ദിവസം രാവിലെ 9 മുതൽ വൈകുന്നേരം 4 വരെ ഇരിട്ടിയിലെ M2H ഓഡിറ്റോറിയത്തിൽ വെച്ച് 14 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുഴുവൻ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു സ്പെഷ്യൽ ക്യാമ്പ്, ആ പ്രായത്തിനനുസരിച്ച
ഒരു പ്രോഗ്രാമോടുകൂടി അവരുടെ ഹോർമോൺ വളർച്ചയുടെ ഘട്ടം, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ സന്ദർഭത്തിൽ അവരിൽ വന്നു പോകാവുന്ന സ്വഭാവപരമായ പ്രശ്നങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു തിരിച്ചറിവ് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ക്യാമ്പ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക, അതിൽ പങ്കെടുക്കണം. അന്ന് നിശ്ചയിച്ച മറ്റു കാര്യങ്ങളൊക്കെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയാലും അതിൽ നമുക്ക് പങ്കെടുക്കണം. അത് കഴിഞ്ഞ് ജനുവരിയോടുകൂടി വീണ്ടും കുട്ടികൾ വിദ്യാഭ്യാസത്തിന്റെ തുടർച്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്കൊരു ഇന്ധനം കിട്ടണം. ഞാൻ ദീൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കെമിസ്ട്രി വിദ്യാർത്ഥിയുടെ കയ്യിൽ ഒരു പിടി വറ്റ് കൊടുത്തു. ആ ഒരു പിടിവറ്റ് അവൻ ലാബ് അനാലിസിസ് ചെയ്തു. എന്നിട്ട് അവൻ പറഞ്ഞു, ഈ ഒരു പിടിവറ്റിൽ ഇത്ര കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജമുണ്ട്, ഇത്ര ഫോസ്ഫറസ് ഉണ്ട്, ഇത്ര മഗ്നീഷ്യം ഉണ്ട്. അത് വലിയ വിവരമാണ്. ഒരു പിടിവറ്റിൽ എന്തെല്ലാം ഉണ്ട്. പക്ഷെ ആ ഒരു പിടിവറ്റ് പാവപ്പെട്ട വിശക്കുന്നവന് കൊടുത്താൽ അത് പുണ്യമാണ് എന്ന വിവരം ഉണ്ടല്ലോ, ആ വിവരമാണ് ഏറ്റവും വലിയ വിവരം. ആ വിവരമുള്ളവനാണ് ഡോക്ടർ ആവേണ്ടത്, ആ വിവരമുള്ളവനാണ് എഞ്ചിനീയർ ആവേണ്ടത്. അത് പള്ളിയിലേ കിട്ടൂ, അത് ഖുർആനിലേ കിട്ടൂ, അത് ഹദീസിലേ കിട്ടൂ. അവർ എത്ര വലിയ ഉന്നത സ്ഥാനത്തെത്തിയാലും ഉപ്പയുടെ മയ്യത്ത് നിസ്കരിക്കുന്നുള്ള ബോധം അത് ഉണ്ടാവണം. അതുകൊണ്ട് മക്കളെ പഠനം 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 ട്യൂഷൻ 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 എന്ന് പറയുമ്പോ പള്ളിയിലേക്ക് അവർ പോകുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് നമ്മുടെ ചുമതലയാ. അവരങ്ങ് പോകും. തിരിച്ച് നമ്മളെ പരിചരിക്കാനുള്ള വിവരം എവിടുന്ന് കിട്ടണം? നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വിവരം എവിടുന്ന് കിട്ടണം? അത് ഖുർആനിൽ നിന്ന് ഹദീസ് കിട്ടണം. അടിസ്ഥാന വസ്ത്രമാണ് ഖുർആനും ഹദീസും. അടിസ്ഥാന വസ്ത്രം ധരിച്ചതിന് ശേഷം അലങ്കാര വസ്ത്രങ്ങൾ ഓക്കെ, വാച്ച് കെട്ടിക്കോ, ടൈ കെട്ടിക്കോ, തൊപ്പി വെച്ചോ, എല്ലാം വെച്ചോ. പക്ഷെ അടിസ്ഥാന വസ്ത്രമില്ലാതെ വാച്ച് കെട്ടിയിട്ട് എന്ത് കാര്യം? അടിസ്ഥാന വസ്ത്രമില്ലാതെ സോക്സ് ധരിച്ചിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് ആ അടിസ്ഥാന വിവരം കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് നൽകിയിട്ടുള്ള ഈ മഹത്തായ ദീനാകുന്ന അനുഗ്രഹത്തെ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കുട്ടികളുടെ പഠനങ്ങളിൽ, മത്സര പരീക്ഷകളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ബറക്കത്തും റഹ്മത്തും ഉന്നതിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിന്ന് മരിച്ചുപോയ വിശ്വാസിനികളായ പലരും ഖബറിലാണ്. അല്ലാഹുവേ, അവരുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമേ. എന്തെങ്കിലും തെറ്റുകളുടെ പേരിൽ അവർ ശിക്ഷിക്കപ്പെടുന്നുവെങ്കിൽ അല്ലാഹുവേ, നിന്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് നീ അവർക്ക് പുറത്തു കൊടുക്കണമേ. രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിന്റെ രംഗങ്ങൾ കാണുന്ന ആളുകളുടെ ഖബറുകളായി ഞങ്ങളുടെ മരണപ്പെട്ടു പോയ വിശ്വാസിനികളുടെ ഖബറുകൾ നീ മാറ്റണമേ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരുമുണ്ട്, ആശുപത്രിയിലാണ്, പലരും റിസൾട്ട് കാത്തിരിക്കുന്നു. ആ റിസൾട്ട് വന്നാൽ ക്യാൻസർ ഉണ്ടോ ഇല്ലേ എന്ന വിവരം കിട്ടും. അങ്ങനെ ഒട്ടേറെ പരീക്ഷണങ്ങൾ. അല്ലാഹുവേ, എല്ലാറ്റിലും നീ എളുപ്പം പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് വിനയം പ്രദാനം ചെയ്യണമേ. അഹങ്കാരത്തിൽ നിന്ന്, കാപ്പട്യത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.